ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. മിന്നൽ പ്രളയം. കനത്ത നാശം വിതച്ച ധരാലിക്കടുത്ത് സുഖിയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. മലമുകളിൽ നിന്ന് കല്ലും മണ്ണും കുത്തിയൊഴുകിയെത്തി. ജനവാസ മേഖലയല്ല ഇവിടം. അതിനാൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയാണ്. ഉത്തരാഖണ്ഡിലെ ധരാലിയിലാണ് ആദ്യം മേഘവിസ്ഫോടനം ഉണ്ടായത്. മിന്നൽ പ്രളയം കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തു. ഗംഗോത്രിയിലേക്കുള്ള തീർത്ഥാടന പാതയിലെ പ്രധാന താവളങ്ങളിലൊന്നാണ് ധാരാലി ഗ്രാമം. വിനോദസഞ്ചാരികളും ധാരാളമായി ഇവിടെ എത്തുന്നു. ഉച്ചനേരത്ത് കലിതുള്ളിയെത്തിയ മിന്നൽ പ്രളയം പ്രദേശത്തെ വിഴുങ്ങി. പ്രളയം വീടുകളെയും കെട്ടിടങ്ങളെയും കവർന്നു. ആളുകളും വാഹനങ്ങളും ഒഴുക്കിൽപ്പെട്ടു. ധരാലിയിലെ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ ചെളി നിറഞ്ഞ പ്രദേശമായി മാറി. മിന്നൽ പ്രളയത്തിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്ന കാഴ്ചയാണിത്. ധരാലി ഗ്രാമത്തിൽ 4 പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. 50ഓളം പേരെ കാണാതായി. മരണസംഖ്യ ഉയർന്നേക്കാം. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഉച്ചയ്ക്ക് 1:45ഓടെയായിരുന്നു മലയിൽ നിന്ന് കുത്തൊഴുക്കുണ്ടായത്. പ്രളയജലത്തിൽ ധരാലി ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. വാഹനങ്ങളും ആളുകളും ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. നിരവധി വീടുകളും ഹോട്ടലുകളും ഒഴുകിപ്പോയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന പ്രദേശമാണിവിടം. കുത്തൊഴുക്കിൽ നിലംപൊത്തിയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ തെരച്ചിൽ തുടരുകയാണ്. ഖീർഗംഗ നദിയുടെ വൃഷ്ടിപ്രദേശത്താണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ഇതിനെ തുടർന്നായിരുന്നു പ്രളയം. കെട്ടിടത്തിന് മുകളിലൂടെ വെള്ളം ഇരച്ചെത്തി. നിരവധി ഹോട്ടലുകൾ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി. പ്രളയമുണ്ടായ സ്ഥലത്ത് 50ഓളം ഹോട്ടലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംഘങ്ങളും കരസേനയും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സൈന്യം എത്തിയിട്ടുണ്ട്. പ്രളയത്തെ തുടർന്ന് ഖീർഗംഗ നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നു. This is the location of the mudslide at the Dharali village. Around 13:45, a major mudslide had come in the Kheergad Nala in this particular village. The complete mid portion of the village has got swept out and the road has got blocked. The villagers on both sides have been evacuated by the army column which reached on the ground. Presently, the villagers have been asked to stay away from this side as the mudslide is still continuing. One casualty has already been evacuated to the MI room of Harshil, and rest of the efforts to locate the persons who have got swept away is ongoing.